അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഖുർആൻ പഠിക്കുക എന്ന ലക്ഷ്യത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സൂറത്തുകൾ, ഒന്ന് സൂറത്തുൽ ഖദ്റും മറ്റൊന്ന് സൂറത്തു തീനുമാണ്. ഈ രണ്ട് സൂറത്തുകൾക്കിടയിൽ സൂറത്തുൽ അലഖ് ഉണ്ട്. അത് കുറച്ച് വലിയ സൂറത്തായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ക്ലാസ് സൂറത്തുൽ അലഖുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും സൂചിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സൂറത്തുൽ ഖദ്റും അതുപോലെ തന്നെ സൂറത്തു തീനും രണ്ടും നമുക്ക് പരിചയമുള്ള രണ്ട് സൂറത്തുകളാണ്. നമുക്ക് നേരെ സൂറത്തുകളിലേക്ക് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. ഇന്നാ, നിശ്ചയമായും നാം, അൻസൽനാഹു, നാം അതിനെ അവതരിപ്പിച്ചു, ഫീ ലൈലത്തിൽ ഖദർ, ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള ഒരു രാത്രിയിൽ. ഖദർ എന്ന് പറഞ്ഞാൽ നിർണിതമായത് എന്നും അനുഗ്രഹീതമായത് എന്നും നമുക്ക് അർത്ഥം കാണാൻ കഴിയും. ഈ ഒരു സൂറത്തിന് സൂറത്തുൽ ഖദ്ർ എന്ന് പേര് കിട്ടാനുള്ള കാരണവും ഈ ഒരു സൂറത്തിൽ ഒന്നാമത്തെ ആയത്തിലും രണ്ടാമത്തെ ആയത്തിലുമൊക്കെ ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാമർശിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൂറത്തിന് സൂറത്തുൽ ഖദ്ർ എന്ന് മാത്രമല്ല, സൂറത്തു ലൈലത്തുൽ ഖദ്ർ എന്ന പേരിലും ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായിട്ട് കാണുവാൻ സാധിക്കും. എന്തായിരുന്നാലും ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, തീർച്ചയായും നാം അതിനെ അനുഗ്രഹീതമായ ഒരു രാത്രിയിലാണ് അവതരിപ്പിച്ചത്. എന്താണ് ഈ അത്? ഇന്നാ അൻസൽനാഹു, നാം അതിനെ അവതരിപ്പിച്ചു. ഈ അത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഖുർആൻ. ഖുർആനിനെ ഏറ്റവും നിർണിതമായ ഒരു രാത്രിയിലാണ് അള്ളാഹു അവതരിപ്പിച്ചത്. ലൈലത്തുൽ ഖദ്റിലാണ് ഖുർആനിന്റെ അവതരണം. ഇവിടെ സ്വാഭാവികമായിട്ടും ചില സംശയങ്ങൾ ഉണ്ടാകും. ഖുർആൻ എന്നുള്ളത് രണ്ട് ചട്ടക്കുള്ളിലല്ലല്ലോ അവതരിക്കപ്പെട്ടിട്ടുള്ളത്, 23 വർഷങ്ങൾ കൊണ്ടല്ലേ. അപ്പൊ എങ്ങനെയാണ് ഖുർആൻ ഒരു രാത്രി അവതരിച്ചു എന്ന് പറയുക? അവിടെയാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത്. ഒന്നാമത്തെ കാര്യം, വിശുദ്ധ ഖുർആനിന്റെ അവതരണം എന്ന് പറഞ്ഞാൽ അത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാമത്തെ ആകാശത്തേക്കുള്ള അവതരണമാണ്. അതാണ് ഒന്നാമത്തെ കാര്യമായിട്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഈ ലൈലത്തുൽ ഖദ്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിർണിതമായ അനുഗ്രഹീതമായ രാത്രിയിലാണ് ആ ഖുർആനിന്റെ അവതരണം എന്ന് പറയുമ്പോൾ, എന്താണ് ഈ ലൗഹുൽ മഹ്ഫൂദ്? ഒരു പക്ഷേ നമ്മൾ കേട്ടു പരിചയമുള്ള ഒരു പദമായിരിക്കും അത്. ലൗഹ് എന്ന് പറഞ്ഞാൽ ഫലകം എന്നാണ് അതിന്റെ അർത്ഥം. അൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞാൽ സംരക്ഷിതമായിട്ടുള്ള. അപ്പോ സംരക്ഷിത ഫലകം, അല്ലെങ്കിൽ നിർണിതമായിട്ടുള്ള, അല്ലെങ്കിൽ സുരക്ഷിതമാക്കപ്പെട്ടിട്ടുള്ള ഫലകം എന്ന അർത്ഥത്തിലാണ് അത് എണ്ണപ്പെടുന്നത്. ഇവിടെ ഈ ലൗഹുൽ മഹ്ഫൂദ്, അല്ലാഹു സുബ്ഹാനഹു തആല ലൗഹുൽ മഹ്ഫൂദിലാണ് എല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ചില ഹദീസുകളിൽ കാണുവാൻ സാധിക്കും, അള്ളാഹു ആദ്യം സൃഷ്ടിച്ചത് പേനയാണ്, എന്നിട്ട് ആ പേനയോട് എഴുതാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ എന്താണ് ഞാൻ എഴുതേണ്ടത് എന്ന് പേന ചോദിക്കുകയും അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതൊക്കെ ആ പേന രേഖപ്പെടുത്തുകയും ചെയ്തു. ആ ലൗഹുൽ മഹ്ഫൂദിൽ എല്ലാം ഉണ്ട്. ഭൂമിയെക്കുറിച്ചും ആകാശത്തെക്കുറിച്ചും നമ്മുടെ എല്ലാത്തിനെ കുറിച്ചും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു രേഖപ്പെടുത്തലിൽ ഖുർആനുമുണ്ട് എന്നുള്ള നിലക്കാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചത്. ആ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന്, അഥവാ അള്ളാഹു സംരക്ഷിച്ചിട്ടുള്ള സംരക്ഷിത ഫലകത്തിൽ നിന്ന് ഒന്നാനാകാശത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിനെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുള്ള, അള്ളാഹു സുരക്ഷിതമാക്കിയിട്ടുള്ള ഫലകത്തിൽ നിന്നും ഒന്നാനാകാശത്തെ ബൈത്തുൽ ഇസ്സയിലേക്ക്, ഒന്നാനാകാശത്തുള്ള ബൈത്തുൽ ഇസ്സയിലേക്ക് ഖുർആനിനെ ഇറക്കി. അവിടെ നിന്ന് ഓരോ സാഹചര്യം അനുസരിച്ചുകൊണ്ട്, സന്ദർഭം അനുസരിച്ചുകൊണ്ട്
ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 23 വർഷങ്ങൾ കൊണ്ട് അവതരിപ്പിച്ചു. ഇതാണ് ഒന്നാമത്തെ അഭിപ്രായം. രണ്ടാമത്തെ ഒരു അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൻ്റെ 40ാമത്തെ വയസ്സിൽ റമദാൻ 23ന്റെ രാത്രി ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് ഖുർആനിന്റെ ഒന്നാമത്തെ ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ആദ്യത്തെ ആ സൂറത്തിലെ 5 ആയത്തുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാനുള്ള ആ ഒരു സൂറത്ത്, അതിലെ ആദ്യത്തെ 5 ആയത്തുകളാണ് അവതരിപ്പിച്ചത്. അതാണ് ലൈലത്തുൽ ഖദ്ർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇങ്ങനെ വിശദീകരിച്ചവരുമുണ്ട്. അവിടെയും നമ്മൾ മനസ്സിലാക്കണം, ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നത് രാത്രിയാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഓതി കൊടുക്കുന്നത് രാത്രിയിലാണ് എന്നും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു അഭിപ്രായം ഈ 2 അഭിപ്രായങ്ങളും ചേർത്ത് വെച്ചുകൊണ്ടാണ്. അതായത് ആദ്യത്തെ അവതരണമായിട്ടുള്ള ലൗഹിൽ മഹ്ഫൂദിൽ നിന്ന് 1ാം ആകാശത്തേക്ക് ഇറങ്ങുന്നതും അവിടെ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ചതും രണ്ടും ഒരു സമയത്ത് തന്നെയായിരിക്കാം. പിന്നീട് അങ്ങോട്ട് ഓരോന്നും സാഹചര്യം അനുസരിച്ചുകൊണ്ട് സന്ദർഭം അനുസരിച്ചുകൊണ്ട് അവതരിച്ചതാവാം. ഏതായിരുന്നാലും ഈ ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് നാം അതിനെ നിർണിതമായ ഒരു രാത്രിയിൽ അവതരിപ്പിച്ചു. അഥവാ വിശുദ്ധ ഖുർആനിനെ നിർണിതമായ ഒരു രാത്രിയിലാണ് അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും അള്ളാഹു പറയുന്നു വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. ആ ലൈലത്തുൽ ഖദ്ർ നിർണിതമായ രാത്രി അത് എന്താണെന്ന് നിനക്കറിയാമോ, അല്ലെങ്കിൽ നിനക്ക് എന്തറിയാം അതിനെക്കുറിച്ച്? എന്നിട്ട് പറയാണ് ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. തീർച്ചയായും ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ അത് 1000 മാസത്തേക്കാൾ ഖൈറായിട്ടുള്ള പുണ്യകരമായിട്ടുള്ള ഒരു ദിവസമാണ്. അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, 1000 മാസത്തേക്കാൾ പുണ്യം. 1000 മാസം എന്ന് പറഞ്ഞാൽ ഏകദേശം 83 വർഷവും ഏകദേശം 4 മാസവും ഏതാനും ദിവസങ്ങളും, അങ്ങനെയാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. 1000 മാസം, ഒരു രാത്രി, ആ രാത്രിയിൽ ഒരാൾ ചെയ്യുന്ന ഒരു കർമ്മം എന്ന് പറഞ്ഞാൽ ഈ 83 വർഷവും അതുപോലെ തന്നെ ഏതാനും മാസങ്ങളും തുടർച്ചയായി ചെയ്യുന്ന രൂപത്തിൽ അയാൾക്ക് പ്രതിഫലം നൽകപ്പെടും. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ 1000 മാസത്തോളം നമുക്ക് പുണ്യം കിട്ടുന്ന പ്രവർത്തനം ഈ ഒറ്റ രാത്രിയിൽ ചെയ്താൽ കിട്ടും. നമ്മുടെ മുൻഗാമികളായ ആളുകൾക്കൊക്കെ അവർക്ക് ദിവസങ്ങളും വർഷങ്ങളും ആയുസ്സും കൂടുതലായിരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നൂഹ് നബി അലൈഹി സ്വലാമിന്റെ ആളുകൾ 900 വർഷം ജീവിച്ചിരുന്നു എന്നൊക്കെ. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറവാണ്, ആയുസ് വളരെ കുറവാണ്. പക്ഷേ അള്ളാഹു ഒരുപാട് അവസരങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അതിൽ വലിയ ഒരു അവസരമാണ് ഈ ലൈലത്തുൽ ഖദ്ർ എന്നുള്ളത്. ആ ലൈലത്തുൽ ഖദ്ർ 1000 മാസത്തേക്കാൾ പുണ്യകരമായ ഒരു ദിവസമാണ്, അല്ലെങ്കിൽ ഒരു രാവാണ്, ഒരൊറ്റ രാത്രി, വെറും 12 മണിക്കൂർ. അതിന്റെ പ്രത്യേകത 1000 മാസം. ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ 83 വയസ്സുള്ള വല്യമ്മ ഉണ്ടെങ്കിൽ ആ വല്യമ്മ ജനിച്ച് ആ വല്യമ്മക്ക് ഇപ്പൊ 83 വയസ്സാണെങ്കിൽ എത്ര കാലം ആ വല്യമ്മ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമുക്ക് ഒറ്റ രാത്രിയിൽ കിട്ടണം. നമ്മൾ ആ ദിവസം അല്ലെങ്കിൽ ആ രാത്രി ഉപയോഗപ്പെടുത്തണമെന്ന് മാത്രം. ആ ലൈലത്തുൽ ഖദ്റിലേക്കാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അപ്പൊ അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞാൽ 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ഒരു ദിവസമാണ്, ഒരു രാത്രിയാണ്. എന്നിട്ട് വീണ്ടും പറയാണ് തനസ്സലുൽ മലായികതു വറൂഹ്. മലക്കുകളും റൂഹും അന്ന് ഇറങ്ങും. ഫീഹ, അന്നേ ദിവസം, അല്ലെങ്കിൽ അതിൽ, ബിഇദ്നി റബ്ബിഹിം, തന്റെ രക്ഷിതാവിന്റെ അനുവാദപ്രകാരം, മിൻ കുല്ലി അംറിൻ, എല്ലാ ഉത്തരവുമായി, അല്ലെങ്കിൽ എല്ലാ കാര്യത്തെ സംബന്ധിച്ചുമുള്ള ഉത്തരവുമായി ആ രാത്രിയിൽ മലക്കുകളും ആത്മാവും അവരുടെ രക്ഷിതാവിന്റെ കാര്യങ്ങളുമായിട്ട് സംബന്ധിച്ചുള്ള ഉത്തരവുമായിട്ട് ആ രാത്രിയിൽ ഇറങ്ങി വരുന്നു. ഇവിടെ മലക്കുകളുടെ പേര് പറഞ്ഞിട്ട് ചേർത്തു പറയാണ് അർ റൂഹ് എന്നുള്ളത്. റൂഹ് എന്ന് പറയുമ്പോൾ ഇവിടെ ആ റൂഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജിബ്രീൽ എന്ന മലക്കിനെ കുറിച്ചാണ്. എപ്പോഴും മലക്കുകളും റൂഹും എന്ന് പറയുമ്പോൾ ആ റൂഹ് ആര് എന്ന് ചോദിച്ചാൽ അത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അപ്പോൾ അള്ളാഹുവിന്റെ കൽപ്പനയുമായി കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയും മറ്റുമായി മലക്കുകളും
അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാമും. പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് മലക്കുകളും എന്ന് പറഞ്ഞിട്ട് പിന്നെ ജിബ്രീലിന്റെ പേര് എടുത്തു പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനമാണ്. മലക്കുകളും റൂഹും ആ ഒരു ദിവസം ഇറങ്ങി വരുന്നതാണ്. എന്നിട്ട് അള്ളാഹു വീണ്ടും പറയുന്നു, സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. പ്രഭാതോദയം വരെ അത് സമാധാനമത്രേ. അതായത് പ്രഭാതോദയം വരെ അതിനുള്ള ആ അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. ഇവിടെ സലാമൻ എന്ന് പറയുമ്പോൾ ഒരുപാട് നന്മകൾ ചെയ്യാൻ, ആ ഒരു ദിവസത്തിൽ, ആ ഒരു രാത്രിയിൽ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ആ ദിവസത്തിലുള്ള നമസ്കാരം, ലൈലത്തുൽ ഖദറിന്റെ നമസ്കാരത്തിന്റെ പ്രത്യേകത എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിൽ ഈമാനോടെ, വിശ്വാസത്തോടെയും പ്രതിഫലേച്ഛയോടും കൂടി അയാൾ നമസ്കരിക്കുകയാണെങ്കിൽ അയാളുടെ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളും പുറത്തു തരും. അപ്പൊ പുറത്തു കിട്ടുന്ന, അതേപോലെ തന്നെ ആരാധനാകർമ്മങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്ന, അതിലൂടെ കൂടുതൽ പുണ്യങ്ങൾ നേടാൻ കഴിയുന്ന, ഖുർആൻ പാരായണത്തിൽ ഒരായത്ത് ചൊല്ലുമ്പോൾ അത്രയേറെ ദിവസവും മാസവും വർഷവും നോമ്പെടുത്ത അല്ലെങ്കിൽ ഖുർആൻ ഓതിയിട്ടുള്ള പ്രതിഫലങ്ങളൊക്കെ ഈ ഒരൊറ്റ രാത്രിയിൽ ലഭിച്ചുകൊണ്ടിരിക്കും. അതാണ് ഈ ഒരു രാത്രിയുടെ പ്രത്യേകത. അതാണ് ലൈലത്തുൽ ഖദർ. ഒരുപക്ഷെ നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ലൈലത്തുൽ ഖദർ എന്നുള്ളത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാകും, എന്നാപ്പോ ലൈലത്തുൽ ഖദർ, എന്നാണ് ലൈലത്തുൽ ഖദർ? അവിടെ നമുക്ക് ഈ വിഷയത്തിൽ വന്ന ഹദീസുകളെല്ലാം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കൂടി നമ്മൾ വിശദീകരിക്കുന്നില്ല. ഒന്ന്, അത് റമദാനിലാണ്. കാരണം ഖുർആൻ ഇറങ്ങിയ മാസം എന്ന് പറഞ്ഞാൽ അത് റമദാൻ. ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതരിക്കപ്പെട്ടിട്ടുള്ളത് റമദാൻ മാസത്തിലാണ്. അപ്പൊ റമദാനിലാണ് ലൈലത്തുൽ ഖദർ എന്ന് ഉറപ്പായി. ഇനി അതിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റമദാനിലാണ്, അവസാനത്തെ 10 അതുകൊണ്ട് തന്നെയാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ ലൈലത്തുൽ ഖദർ എന്നാണെന്നറിഞ്ഞാൽ ഞാൻ എന്താണ് പറയേണ്ടത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് നൽകാൻ ഇഷ്ടപ്പെടുന്നവനുമാണ്. ഫഅഫു അന്നി, അതിനാൽ എനിക്ക് നീ മാപ്പ് നൽകണമേ. ഇതാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞത്. പ്രത്യേകിച്ച് റമദാനിന്റെ അവസാനത്തെ 10 ധാരാളമായിട്ട് പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതും ആയിഷ ഉമ്മയടക്കമുള്ള ആളുകൾ എല്ലാവരും നിരന്തരമായി നിർവഹിച്ചിരുന്നതുമായ ഒരു പ്രാർത്ഥനയാണ് ഈ ഒരു പ്രാർത്ഥന. ഒന്നുകൂടി പറയാം, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇത് മാത്രമാണ് ശരിക്ക് റമദാനിൽ പ്രത്യേകിച്ച് ചൊല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന. പൊതുവെ ഒന്നാമത്തെ 10, രണ്ടാമത്തെ 10 എന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രാർത്ഥനകളും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിൽ അങ്ങനെ ഒന്നാമത്തെ 10, രണ്ടാമത്തെ 10 എന്നൊന്നും പ്രത്യേക പ്രാർത്ഥനകളില്ല. എന്നാൽ അവസാനത്തെ 10ന്റെ കാര്യത്തിൽ വരികയും ചെയ്തിട്ടുണ്ട്. അതും ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അപ്പോ റമദാനിലാണ്, റമദാനിലെ അവസാനത്തെ 10. മറ്റൊരു ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, റമദാനിലെ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക. അപ്പോൾ ഒറ്റയിട്ട രാവുകളിലാവാം. അതിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ അവതരിച്ചത് റമദാൻ 23-നായിരുന്നു. 23-ന്റെ രാത്രിയാണ്. മറ്റു ചില ഹദീസിൽ കാണുവാൻ സാധിക്കും 21-ന്റെ രാത്രി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദറാണെന്ന് അറിയിച്ചു. വേറൊരു ഹദീസിൽ 29 പറഞ്ഞ റിപ്പോർട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. വേറെ ചില സഹാബിമാരുടെ വാചകങ്ങളിൽ 27-നാണ്, 25-നാണ്, അങ്ങനെയൊക്കെ കാണാൻ കഴിയും. അപ്പൊ അതിൽ എന്താ മനസ്സിലാക്കാൻ പറ്റിയത്? ഈ അവസാനത്തെ 10 ഒറ്റയിട്ട രാവിലെ ഏത് സമയത്തും ആവാം. അത് ഓരോ വർഷവും മാറി മാറി വരാം. എല്ലാ തവണയും 21-ന് തന്നെയാവുക, അല്ലെങ്കിൽ എല്ലാ കൊല്ലം 23-ന് തന്നെയാവുക, അല്ലെങ്കിൽ എല്ലാ കൊല്ലം 25-ന് അല്ലെങ്കിൽ 27-ന്, ഇങ്ങനെ പറയാൻ കഴിയൂല. ഒരു വർഷം ചിലപ്പോൾ 25-നാവാം, വേറൊരു വർഷം 27-നാവാം, ചിലപ്പോൾ 21-നാവാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. പക്ഷേ ലൈലത്തുൽ ഖദർ എന്നുള്ളത് എല്ലാ വർഷവും വരുന്നതാണ്. ചില ആളുകൾക്കിടയിൽ അതൊരു സംശയമായിട്ട് വരാറുണ്ട്. അത് ആ ഒരു ദിവസത്തിന് മാത്രമല്ലേ, എല്ലാ കൊല്ലവും ഇപ്പോൾ ലൈലത്തുൽ ഖദർ ഉണ്ടാവുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിക്കുമ്പോൾ എല്ലാ വർഷവും അതുണ്ടാകും.
അള്ളാഹു ആ ലൈലത്തുൽ ഖദറിൽ ഏറ്റവും നല്ല രൂപത്തിൽ കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകുമാറാവട്ടെ. ഇനി എന്നാണ് ലൈലത്തുൽ ഖദർ എന്നുള്ളത് കൃത്യമായിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. പറഞ്ഞു തരാൻ വേണ്ടി വന്നു. ഹദീസുകളിൽ കാണുവാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് കൃത്യമായി അള്ളാഹു അറിയിച്ചു കൊടുത്തപ്പോൾ അത് പറയാനായിട്ട് സഹാബിമാരുടെ അടുക്കിലേക്ക് വന്നു. അപ്പൊ രണ്ട് സഹാബിമാർ തമ്മിൽ ചെറിയൊരു തർക്കം നടക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലിടപെട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മറക്കുകയും ചെയ്തു. ഏതാണ് ലൈലത്തുൽ ഖദർ എന്നുള്ളത് അറിയിച്ചു കൊടുത്തത് അള്ളാഹു മറപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അത് അറിയിച്ചു തരാൻ വേണ്ടി വന്നതാണ്, പക്ഷേ അള്ളാഹു അതെന്നെ മറപ്പിച്ചു കളഞ്ഞു. തീർച്ചയായും അതിൽ നിങ്ങൾക്ക് ഖൈറുണ്ട്. നിങ്ങൾ അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകൾ നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കുക എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ആശയത്തിൽ ചില കാര്യങ്ങൾ അറിയിച്ചു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ആ സഹാബിമാര് അന്ന് പ്രശ്നമല്ലായിരുന്നെങ്കിൽ നമുക്ക് ആ ദിവസം മാത്രം അറിയാമായിരുന്നല്ലോ. സത്യത്തിൽ ആ ഒരു ദിവസത്തിനേക്കാൾ നമുക്ക് ഈ 10 ദിവസവും ധാരാളമായി കൊണ്ട് നന്മ ചെയ്യാനുള്ള അവസരമാണ് ശരിക്കും കിട്ടുന്നത്. ആ അവസരം നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. വെറും ഒരു ദിവസത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ നാടുകളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുമത്. 27ന്റെ അന്ന് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ആളുകൾ ഇങ്ങനെ വരാറുണ്ട്. ചിലപ്പോൾ ഉണ്ടാവാം, 27നും സംഭവിക്കാം. എന്നാൽ എല്ലാ കൊല്ലം 27നാണോ അത് പറയാൻ കഴിയൂല എന്നാണ് പണ്ഡിതന്മാരുടെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു ആലം. ഏതായിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം ഒരു ദിവസത്തിൽ മാത്രമല്ല ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചിട്ടുള്ളത്, മറിച്ച് ആ അവസാനത്തെ 10 ധാരാളം. ആ അവസാനത്തെ 10 എല്ലാ അവസാനത്തെ 10 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഅ്തികാഫ് ഇരുന്നു കൊണ്ട് തൻ്റെ കുടുംബത്തോടുള്ള എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ധാരാളമായി അള്ളാഹുവിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹദീസിൽ തന്നെ കാണാൻ കഴിയും നമുക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അവസാന 10 കഴിഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അരയുടുപ്പ് മുറുക്കിയെടുത്ത് തൻ്റെ കുടുംബക്കാരെ വിളിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയെ ജീവിപ്പിക്കും. രാത്രി ധാരാളമായി കൊണ്ട് അഹ്യാ ലൈലഹു വ ഐഖദ അഹ്ലഹു ശദ്ദ മിഇസറഹു, ഇതൊക്കെ ഹദീസിൽ വന്ന പ്രയോഗങ്ങളാണ്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ഒന്ന് അരയും തലയും മുറുക്കി ഉടുക്കുക എന്നുള്ള പ്രയോഗം പറഞ്ഞവരുണ്ട്. അല്ല, ആ 10 ദിവസവും ഭാര്യാഭർത്തൃ ബന്ധം പോലും ഒഴിവാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തികാഫിരിക്കും. തൻ്റെ കുടുംബക്കാരെല്ലാവരെയും വിളിച്ചു കൂട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഭാര്യമാരും ഇത്തികാഫിരിക്കാറുണ്ട്. ഈ ഇത്തികാഫ് പറഞ്ഞാൽ വീട്ടിലിരിക്കല്ല, അത് പള്ളിയിലായിരിക്കണ്ടേ. പള്ളിയിലാണ് ഇത്തികാഫ് ഇരിക്കുക. അപ്പൊ ആ ഇത്തികാഫിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോൾ സ്ത്രീകളുടെ ഭാഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും ഇരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി കൊണ്ട് ഖുർആൻ ഓതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായിട്ട് ദുആകളിലൂടെ ദിക്റുകളിലൂടെ ഒക്കെ മുന്നോട്ട് പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലും ഇഅ്തികാഫിന് ചെറിയൊരു പ്രാധാന്യം നമ്മൾ കൊടുക്കണം. ചില പണ്ഡിതന്മാരുടെ വാചകങ്ങളിൽ തന്നെ കാണാൻ പറ്റും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എത്തിയിട്ട് 10 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചു. എല്ലാ കൊല്ലവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും മുടക്കാറില്ലാത്ത ഒരു കാര്യമാണ് ഇഅ്തികാഫ് ഇരിക്കുക എന്നുള്ളത്. പക്ഷേ ഇന്നത്തെ സമൂഹത്തിന് എന്തു പറ്റി എന്ന് പണ്ഡിതന്മാർ, മുൻഗാമികളായ പണ്ഡിതന്മാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്. അവിടെ നമ്മൾ സ്വയം പരിശോധിക്കണം. കഴിഞ്ഞ വർഷത്തെ പോട്ടെ, അതിൻ്റെ മുമ്പത്തെ വർഷത്തെ പോട്ടെ, ഈ കാലഘട്ടം വരെ ജീവിതത്തിൽ എന്തെങ്കിലും ഇഅ്തികാഫ് ഇരിക്കാൻ നമ്മൾ സന്നദ്ധമായിട്ടുണ്ടോ? 10 ദിവസം ഇരിക്കാൻ എത്രയോ തവണ അവസരങ്ങൾ കിട്ടിയിട്ട് അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? വേണ്ട 5 ദിവസമെങ്കിലും, ഒരു 3 ദിവസമെങ്കിലും, ഒരൊറ്റ ദിവസമെങ്കിലും 24 മണിക്കൂർ മുഴുവനായി അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് അള്ളാഹനെ ഓർമ്മിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയല്ല. നമുക്ക് അവസരങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ പറയാം തിരക്കാണ് തിരക്കാണ് തിരക്കാണ്. നിങ്ങളൊന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഈ റമദാൻ കണ്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ശവ്വാലിന്റെ സമയത്ത് അള്ളാഹു നമുക്കൊരു പരീക്ഷണം നൽകി, നമ്മുടെ മക്കളിലോ നമ്മുടെ ഭാര്യയിലോ നമ്മുടെ ഭർത്താവിലൊക്കെ ഒരു പരീക്ഷണം നൽകിയാൽ നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട ഹോസ്പിറ്റലിന്റെ ICUവിന്റെ മുന്നിൽ ദിവസങ്ങളോളം ചിലപ്പോൾ കഴിച്ചു കൂട്ടേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇല്ല എന്ന് പറയാൻ പറ്റും നമുക്ക്? അപ്പൊ നമുക്ക് നമ്മളെ തിരക്കും ഉണ്ടാവില്ല, നമ്മുടെ ജോലി ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം എന്താ? അതിൻ്റെ ഭാര്യയാണ്, അതിൻ്റെ മക്കളാണ്, അതിൻ്റെ ഉമ്മയാണ്. ശരി, എങ്കിൽ അതെൻ്റെ റബ്ബാണ്. എൻ്റെ റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുക്കാനുള്ള ദിവസങ്ങളാണിത്. ആ ഒരു ചിന്ത പ്രിയപ്പെട്ടവരെ നമ്മളിൽ ഉണ്ടാവണം. ഈ ഒരു റമദാനിലെങ്കിലും
നമ്മൾ അതിനൊരു തീരുമാനമെടുക്കണം. കഴിയുന്ന രൂപത്തിൽ. ഈ ഇത്തിക്കാഫിന് ഇത്ര മണിക്കൂറെന്നൊന്നുമല്ല. കഴിവിൻ്റെ പരമാവധി എത്രയാണോ നമുക്ക് നിൽക്കാൻ പറ്റുക ആ രൂപത്തിൽ. നമുക്ക് നമ്മുടെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇന്ന് ലീവായിരിക്കും അല്ലെങ്കിൽ നാളെ ലീവായിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ലീവ് എഴുതുന്നുണ്ട്. ഈ റമദാനിൻ്റെ സമയത്ത് കുറച്ച് നമ്മളൊന്ന് ഈ ഇത്തിക്കാഫിന് വേണ്ടി മറ്റൊക്കെ ഒന്ന് മാറ്റി വെക്കണം എന്നുള്ളത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തണം. ഏതായിരുന്നാലും പറഞ്ഞു വന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദ്ർ ഇന്നതാണ്, ഇന്ന ദിവസമാണ് എന്ന് വ്യക്തമായി പറഞ്ഞു തന്നിട്ടില്ല. എന്നാൽ ചില അടയാളങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിൽപ്പെട്ട ഒന്നാണ്, ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹ് നമസ്കാരം കഴിഞ്ഞിട്ട് വരുന്ന സമയത്തുണ്ടായ ഒരു സംഭവം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റിയൊക്കെ ആകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു മഴ പെയ്തിട്ട്. അഥവാ തലേ ദിവസം മഴ പെയ്തിരുന്നു. അതിന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഴിഞ്ഞ രാത്രി ലൈലത്തുൽ ഖദറിന്റെ ദിവസമായിരുന്നു. അതുപോലെ തന്നെ ചില ഹദീസുകളിൽ കാണാൻ പറ്റും, അന്നേ ദിവസം ലൈലത്തുൽ ഖദർ കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസത്തെ പകലിൽ സൂര്യന് തെളിച്ചം കുറവായിരിക്കും, അതിൻ്റെ രശ്മികൾക്ക് ചൂട് കുറവായിരിക്കും, ചൂട് കുറവുള്ള രശ്മികളായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ മാനം തെളിഞ്ഞതായിരിക്കും എന്നൊക്കെ പണ്ഡിതന്മാരുടെ വാചകങ്ങൾ ഹദീസുകളെ മുന്നിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പിറ്റത്തെ ദിവസം ആവട്ടെ എന്നിട്ട് നോക്കിയിട്ട് തീരുമാനിക്കുക എന്ന് പറയാൻ കഴിയൂലല്ലോ. ഇത് കഴിഞ്ഞിട്ടേ നമുക്കത് അറിയുള്ളൂ. ഇനി അറിഞ്ഞാലും ഇല്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലൈലത്തുൽ ഖദറിന് വേണ്ടി കാര്യമായിട്ട് നമ്മളൊന്ന് പണിയെടുക്കുക. അതോടൊപ്പം ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന രാത്രിയേക്കാൾ ആ രാത്രിക്ക് അത്രയും ശ്രേഷ്ഠത കിട്ടിയ ഒന്ന് നമ്മുടെ കയ്യിലുണ്ട്, വിശുദ്ധ ഖുർആൻ. അത് നമ്മൾ മറക്കാതിരിക്കുക. അതിൻ്റെ ഓരോ അക്ഷരങ്ങളും പ്രതിഫലം കിട്ടുന്നതാണ്. അലിഫ് ലാം മീം എന്ന് പറയുന്നത് ഒരക്ഷരമായിട്ട് അല്ലെങ്കിൽ ഒരു വാക്കായിട്ടല്ല എണ്ണുന്നത്. ഓരോ അക്ഷരങ്ങൾക്കും അതിൽ പ്രത്യേകം പുണ്യമാ പറയണത്. അപ്പൊ നമ്മൾ ഖുർആൻ എടുത്തിട്ട് ഒരു പേജ് കണ്ട് ഓതുകയാണെങ്കിൽ എത്ര പുണ്യം നമുക്ക് കിട്ടും. അത് നമ്മൾ മറക്കാതിരിക്കുക. എപ്പോഴും ഈ ഒരു റമദാൻ തീരുമ്പോഴേക്കെങ്കിലും നമ്മൾ ഖുർആൻ മുഴുവനായി ഓതി തീർത്തു എന്നുള്ള ഒരു ഉറപ്പ് നമ്മളിൽ ഉണ്ടാവണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തും. ഇതാണ് സൂറത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കാനുള്ളത്. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയാൻ പോകുന്നത് സൂറത്തു തീനാണ്. നേരത്തെ പറഞ്ഞു സൂറത്തുൽ അലക്കാണ് ഇതിന് ശേഷം വരുന്നത്. പക്ഷെ നമ്മൾ അലക്ക് ഇപ്പം പറയുന്നില്ല. അതിൻ്റെ കാരണം അലക്ക് കുറച്ച് വലിയ സൂറത്തായതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത ഒരു ക്ലാസ്സിൽ അത് മാത്രമായിക്കൊണ്ട് വിശദീകരിക്കാം. സൂറത്തു തീനിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരിചയമുള്ള ഒരു സൂറത്താണ്, ചെറിയ ഒരു സൂറത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തീനി വസ്സൈത്തൂൻ. വത്തീൻ, അത്തിപ്പഴവും, അതേപോലെ തന്നെ വസ്സൈത്തൂൻ, സൈത്തൂനും തന്നെയാണ് സത്യം. വതൂരി സീനീൻ, സീനാ പർവ്വതവും, വഹാദൽ ബലദിൽ അമീൻ, നിർഭയത്വമുള്ള ഈ രാജ്യവും തന്നെയാണ് സത്യം. 4 കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് അള്ളാഹു സത്യം ചെയ്യണത്. ഒന്ന്, അത്തിയെ സംബന്ധിച്ച്. അത് അത്തി മരമാവാം അല്ലെങ്കിൽ അത്തിപ്പഴമാകാം. ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അത്തിപ്പഴത്തെ കുറിച്ചാണ്. വസ്സൈത്തൂൻ, സൈത്തൂൻ എന്ന് പറയുന്നത് ഒലീവ്, ആ ഒരു ഓയിലായിട്ടുള്ള ഒലീവ് മരം അല്ലെങ്കിൽ ഒലീവ് എണ്ണ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇത് രണ്ടും വിശുദ്ധ ഖുർആനിൽ തന്നെ പോരിശയാക്കപ്പെട്ടിട്ടുള്ള 2 കാര്യങ്ങളാണ്, 2 വസ്തുക്കളാണ്. ഒന്ന് അത്തിയും മറ്റൊന്ന് ഒലീവും. ഇത് രണ്ടും നമ്മുടെ നാട്ടിൽ പൊതുവെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ രണ്ടിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മളൊന്ന് യൂട്യൂബൊക്കെ സെർച്ച് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ അത്തിപ്പഴത്തിൻ്റെയും അതേപോലെ തന്നെ ഒലീവ് എണ്ണയുടെയൊക്കെ മഹത്വം എത്ര ഉണ്ടെന്ന് നോക്കിയാൽ അത്ഭുതപ്പെട്ടു പോകും. ഒരുപാട് കാര്യങ്ങൾക്ക്, ശാരീരികമായ പല പ്രയാസങ്ങൾക്കും ഇത് പരിഹാരമാണെന്ന് മുസ്ലിമീങ്ങൾ പറയുന്നതല്ല, മുസ്ലിം അല്ലാത്ത ആളുകൾ വരെ അംഗീകരിക്കുന്ന കാര്യമാണ്. അതിനെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നത്. അത് തന്നെയാണ് സത്യം. കാരണം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. ആ സൃഷ്ടികളെ വെച്ചുകൊണ്ട് അള്ളാഹ്ക്ക് സത്യം ചെയ്യാം. എന്നിട്ട് അള്ളാഹു പറയുന്നു ഈ സീനാ പർവ്വതത്തെ സംബന്ധിച്ച്, വത്തൂരി സീനീൻ, സീനാ പർവ്വതം തന്നെയാണ് സത്യം. മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം വായിച്ച ഏതൊരാൾക്കും അറിയാം സീനാ പർവ്വതത്തിന്റെ ശ്രേഷ്ഠത എത്രത്തോളമുണ്ട്, അല്ലെങ്കിൽ ആ പർവ്വതത്തിന്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്നിട്ട് അള്ളാഹു പറയുന്നത് വഹാദൽ ബലദിൽ അമീൻ, ഈ നിർഭയത്വമുള്ള ഈ രാജ്യം, മക്ക രാജ്യം തന്നെയാണ് സത്യം. അപ്പൊ 4 എണ്ണത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞു. അത്തിയും സൈത്തൂനും സീനാ പർവ്വതവും അതുപോലെ തന്നെ മക്ക രാജ്യവും. ഇതിനെ 4നെയും വെച്ചുകൊണ്ട് അള്ളാഹു എന്നിട്ടൊരു കാര്യം പറയാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ഈ 4 എണ്ണം അള്ളാഹു പ്രത്യേകിച്ചെടുത്ത് പറയാനുള്ള കാരണം എന്താ?
അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ ഇങ്ങനെ വിശദീകരിച്ചു, അവസാനത്തെ രണ്ടും രാജ്യങ്ങളായതുകൊണ്ട് ഒരു പക്ഷേ ആദ്യത്തെ രണ്ടും രാജ്യങ്ങളെ കുറിച്ചായിരിക്കാം. അത്തി ഏറ്റവും കൂടുതലുള്ള സിറിയ ആയിരിക്കാം, അല്ലെങ്കിൽ ജെയ്ത്തൂൻ ഏറ്റവും കൂടുതലുള്ള ഫലസ്തീൻ ആയിരിക്കാം എന്നൊക്കെ ചില ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ നേർക്ക് നേരെ അള്ളാഹു പറഞ്ഞ വാചകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 4 വസ്തുക്കൾ അല്ലെങ്കിൽ 2 വസ്തുക്കളും അതേപോലെ തന്നെ 2 രാജ്യങ്ങളെക്കുറിച്ചോ 2 പ്രദേശങ്ങളെക്കുറിച്ചും തന്നെയാണ് പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം, തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും നല്ല ഘടനയോടുകൂടി സൃഷ്ടിച്ചിരിക്കുന്നു. അഹ്സന് തഖ്വീമാണ് മനുഷ്യൻ, ഏറ്റവും നല്ല ഘടന. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും നല്ല ഘടനയോടുകൂടിയാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യന്റെ രൂപം നോക്കിക്കഴിഞ്ഞാൽ മറ്റു സൃഷ്ടിജാലങ്ങളിൽ നിന്നും ഏറ്റവും ഉന്നതമായ രൂപത്തിനുടമയാണ് മനുഷ്യൻ. ഒരിക്കലും നമുക്ക് ഇന്ന് വരെ നമുക്ക് കിട്ടിയ ഏതെങ്കിലും അവയവം അതിങ്ങനെയാകാൻ പാടില്ലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? നമുക്കെല്ലാം കൃത്യമാണ്. കണ്ണ് വെക്കേണ്ട സ്ഥലത്ത് തന്നെയാണ് അള്ളാഹു കണ്ണ് വെച്ചത്. മൂക്ക് എവിടെയാണോ വേണ്ടത് അവിടെ തന്നെയാണ് അള്ളാഹു വെച്ചിട്ടുള്ളത്. നമ്മുടെ വായും ചുണ്ടും പല്ലും നാവും എല്ലാം അള്ളാഹു കൃത്യമായിട്ടാണ് വെച്ചേ. ഇനി ഇതിൽ ഏതെങ്കിലും ഒന്ന് മാറ്റം വന്നിക്കുകയാണെങ്കിലോ? അപ്പൊ ഈ കണ്ണ് ഈ കുഴിഞ്ഞ ഭാഗത്ത് എന്തിനാ വന്നേ? അതേപോലെ തന്നെ അതിൽ പ്രത്യേകം കൺപീലി എന്തിനാ കൊടുത്തത്? ഒക്കെ നമുക്കുള്ള സംരക്ഷണമാണ്. അതൊരാൾ വെട്ടിക്കളഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? ഈ കൺപീലി ഒരാൾ പറയാണ് വേണ്ടാന്ന് പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ വെട്ടിക്കളഞ്ഞാൽ എന്താ ഉണ്ടാകുക? പിന്നെ അയാൾക്ക് കണ്ണടക്കാൻ കഴിയൂല. ഈ കണ്ണ് നമുക്ക് ഈ കുഴിഞ്ഞു ഭാഗത്തിൽ നിന്ന് പകരമായിട്ട് നമ്മുടെ ഈ ഭാഗങ്ങളിൽ വെച്ചു എന്ന് വിചാരിച്ചോ? ഞാൻ പൊതുവെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ചോദിക്കാറുണ്ട്, ഇങ്ങനെ വെച്ചിട്ടാണെങ്കിൽ എന്താ ഉണ്ടാവുക? ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ കോപ്പി അടിക്കാനൊക്കെ ഇങ്ങനെ അപ്പുറത്ത് കാണിച്ചിട്ട് വേഗം എടുക്കാൻ പറ്റും. പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു റോസാപ്പ് കൊടുക്കാൻ കഴിയൂല. കാരണം അപ്പോഴേക്ക് കണ്ണടിച്ചു പോകും, കണ്ണ് പൊട്ടിയിട്ടുണ്ടാകും, കണ്ണിലേക്ക് ഈ മുള്ളു കയറും. ഒരിക്കലും നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അള്ളാഹു എല്ലാം അതിന് യോജിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് വെച്ചത്. നമ്മുടെ ഈ ചെവി അത് വെക്കേണ്ട സ്ഥലത്ത് തന്നെയാണ്. ഇതെങ്ങാനും മറ്റു ജീവജാലങ്ങളെ പോലെയായിരുന്നെങ്കിലോ? സുബ്ഹാനല്ലാഹ്, അള്ളാഹു ഏറ്റവും അഹ്സനു തഖ്വീം, ഏറ്റവും നല്ല ഘടനയോടുകൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അത് രൂപത്തിൽ മാത്രമല്ല, അവന്റെ ജന്മനാൽ തന്നെ, അവന്റെ ഫിത്രത്തിൽ, അവന്റെ പ്രകൃതിയാൽ തന്നെ അള്ളാഹു ഏറ്റവും നല്ല രൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അവന്റെ രൂപത്തിലും ഭാവത്തിലും സ്വഭാവത്തിലും എല്ലാം മറ്റേതൊരു ജീവജാലങ്ങളെക്കാളും അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും നല്ല സൃഷ്ടി അത് മനുഷ്യനാണ്. ഒരു പക്ഷേ നമ്മൾ ചില ജീവികളെ കണ്ടിട്ട് പറയും, ഔ അതിനെ പോലെയായിരുന്നെങ്കിൽ, ഇതിനെ പോലെയായിരുന്നെങ്കിൽ, അങ്ങനത്തെ ഒരു സൗകര്യം ഉണ്ടായെങ്കിൽ എനിക്ക് പറക്കാമായിരുന്നല്ലോ, ഇന്ന ഒരു സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നീന്താമായിരുന്നല്ലോ. സത്യത്തിൽ ഏത് പറക്കുന്ന ജീവിയേക്കാളും അപ്പുറത്തേക്കെത്താൻ അതിനുള്ള കഴിവ് പടച്ചോ നമുക്ക് തന്നു. അതുകൊണ്ടാണ് പറക്കുന്ന ജീവികൾ ഏതാണോ, അല്ലെങ്കിൽ ഏത് പക്ഷിയാണോ, അതിനേക്കാൾ ഉയരത്തിൽ പറക്കാനും അതിനേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുവാനും നമുക്ക് കഴിയും. കടലിലൂടെ പോകുന്ന ഏതൊരു ജീവിയെയും വേട്ടയാടി പിടിക്കാൻ വേണ്ടി മാത്രമല്ല, അതിൻ്റെ മുന്നിലേക്ക് പോകാനും അതിനപ്പുറത്തേക്ക് നീന്താനും വരെ മനുഷ്യന് കഴിയും. എത്ര കരയിലൂടെ എത്ര വേഗതയുള്ള ജീവിയാവട്ടെ, അതിൻ്റെ മുന്നിലെത്താനുള്ള വാഹനങ്ങൾ മനുഷ്യനുണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും ഉത്തമമായ സൃഷ്ടി. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനോട് നമ്മൾ ഒരുപാട് നന്ദി പറയണം പ്രിയപ്പെട്ടവരെ. കാരണം ഏറ്റവും ഉത്തമമായിട്ടാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത്. എന്നിട്ട് അള്ളാഹു അതിൻ്റെ ബാക്കി കൂടി പറയുന്നുണ്ട്. അതും നമ്മൾ പേടിക്കേണ്ട ഒരു വാക്കാണ്. ഏറ്റവും ഉത്തമമായ രൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, പിന്നീട് അവനെ നാം അധമരിൽ അധമനാക്കി തീർത്തു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഏറ്റവും ഉത്തമമായ സ്ഥാനം നൽകിയിട്ട്, ഉന്നതമായ സ്ഥാനം അലങ്കരിക്കാൻ കൊടുത്തിട്ട് അവൻ ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് എത്താനും പറ്റും. എങ്ങനെയാ? അള്ളാഹു പറയുന്നതനുസരിച്ച് കൊണ്ട് ജീവിക്കാതെ തോന്നിവാസിയായി ജീവിച്ചാൽ. നമ്മൾ നോക്കിക്കോ, നമ്മുടെ ചുറ്റുഭാഗത്ത് നോക്കിക്കോ, എവിടെയും നമ്മൾ കള്ള് കുടിച്ചിട്ടൊരു നായ റോഡ് സൈഡിൽ കിടക്കണത് കണ്ടിട്ടുണ്ടാവൂല. എന്തുകൊണ്ടാ? നായക്ക് അതിനുള്ള വിവേകം ഉണ്ടാകും. പക്ഷേ മനുഷ്യൻ അസ്ഫല സാഫിലീൻ, ഏറ്റവും നിന്ദ്യനായിക്കൊണ്ട്, ഏറ്റവും അധമരിൽ അധമനായി റോഡ് സൈഡിൽ കിടക്കും, കള്ളു കുടിച്ചുകൊണ്ട് കിടക്കും, തോന്നിവാസങ്ങളിലൂടെ മുന്നോട്ട് പോകും. മറ്റു ജീവജാലങ്ങൾക്കൊക്കെ അതിൻ്റെതായ ചില പ്രത്യേകതകൾ ഉണ്ടാവും, അതിൻ്റെതായ മൃഗീയത എന്ന് പറയുന്ന ഒന്നുണ്ട്. പക്ഷേ മനുഷ്യൻ അതുണ്ടാവില്ല. പക്ഷേ മനുഷ്യൻ ആ മൃഗത്തേക്കാൾ മോശമായൊരവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. ഈ അസ്ഫല സാഫിലിൻ എന്നുള്ളതിന് ചില പണ്ഡിതന്മാർ പറഞ്ഞത്,
ഈ നരകത്തിന്റെ അടിത്തട്ട് എന്നുള്ളതാണ്. അസ്ഫല് എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാൻ പറ്റും, ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ. തീർച്ചയായും മുനാഫിക്കുകൾ നരകത്തിന്റെ അടിത്തട്ടിലാണുള്ളത്. അപ്പൊ അവിടെ ഈ നരകം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിനു മുമ്പ് സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, സ്വർഗം ഇങ്ങനെ തട്ട് തട്ടായിട്ട് മുകളിലേക്ക് പോകുന്നതാണെങ്കിൽ നരകത്തിനെ സംബന്ധിച്ചിടത്തോളം അത് അടിയിലേക്കാണ്, താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. തെറ്റുകളുടെ ആധിക്യം അനുസരിച്ചുകൊണ്ട് അടിത്തട്ടിലേക്ക് പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ അള്ളാഹു ഏറ്റവും ഉയർന്ന രൂപത്തിലാക്കിയിട്ടും അവൻ പിന്നീട് അധമനായി മാറി. എന്നിട്ട് അള്ളാഹു പറയുന്നു ആരല്ല എന്നുള്ളത്. ആ അധമരിൽ ഉൾപ്പെടാതിരിക്കാൻ എന്ത് വേണം? ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ, വഅമിലുസ് സ്വാലിഹാത്ത്, സൽപ്രവർത്തനങ്ങൾ ചെയ്തവരൊഴികെ. അങ്ങനെയാണെങ്കിൽ ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ, തീർച്ചയായും അങ്ങനെയുള്ള ആളുകൾ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവരാണെങ്കിൽ അവർക്കാകട്ടെ മുറിഞ്ഞു പോകാത്ത പ്രതിഫലം ഉണ്ടായിരിക്കും. നന്മ ചെയ്ത് ജീവിച്ചാൽ ഒരിക്കലും അവസാനിക്കാത്ത പ്രതിഫലം ഉണ്ടാകും. സ്വർഗത്തിന്റെ പ്രത്യേകതയാണത്. അള്ളാഹു നൽകുന്ന പ്രതിഫലത്തിന്റെ പ്രത്യേകതയാണത്. കുറച്ചുകൊണ്ട് കൊടുത്തിട്ട് ആ മതി നിർത്തിക്കള എന്ന് പറയില്ല. നമ്മുടെ ഈ ദുനിയാവിലൊക്കെ ആരെന്ത് തന്നാലും അതിനൊരു പരിധി ഉണ്ട് എന്ന് പറയും നമ്മൾ, അല്ലെ? ചിലപ്പോൾ തന്നെ നമ്മളൊക്കെ ചില ആളുകളോട് എന്തെങ്കിലും എപ്പോഴും ഇങ്ങനെ ചോദിക്കേണ്ട, വില കളയണ്ട എന്ന് പറയും. കുറെ ചോദിച്ചു കഴിഞ്ഞാൽ മടുപ്പ് വരും. എന്നാൽ അള്ളാഹ്ക്ക് എത്ര തന്നാലും അള്ളാഹ്ക്ക് മടുപ്പ് വരൂല. അള്ളാഹു നൽകുന്ന പ്രതിഫലം ഒരിക്കലും മുറിഞ്ഞു പോകാത്തതാണ്, ധാരാളമായിട്ടാണ്. അവിടെ നമ്മൾ സാന്ദർഭികമായിട്ട് മനസ്സിലാക്കണം, അള്ളാഹിനോട് ചോദിക്കുന്ന വിഷയത്തിലും നമുക്ക് ആ ഒരു മടി ഉണ്ടാവരുത് കേട്ടോ. അള്ളാഹിനോട് ഞാൻ ഇപ്പൊ രാവിലെ ചോദിച്ചില്ലേ, മിഞ്ഞാന്ന് ചോദിച്ചാലോ, 2 ദിവസം മുമ്പ് ചോദിച്ചാലോ, ഇനി മതി എന്നല്ല, ഒരിക്കലും മടുപ്പ് വരാത്ത രൂപത്തിൽ ധാരാളമായിട്ട് അള്ളാഹിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. പൊതുവെ മനുഷ്യന്മാര് തമ്മിൽ ചോദിക്കുമ്പോൾ അതിലൊരു മടിയോ അല്ലെങ്കിൽ ഒരു വിഷമമൊക്കെ ഉണ്ടാകാം. ഒരാളോട് നമ്മളൊരു 100 രൂപ ചോദിച്ചു, അയാൾ ചിലപ്പോൾ നമുക്ക് തരും, ആ നല്ല നമ്മൾ മൂപ്പരെ പരിചയം ഉണ്ടായിക്കോട്ടെ, 100 അല്ല അത് ഞാൻ തരേ എന്ന് പറയും. പിറ്റത്തെ ദിവസം 100 ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പിറ്റത്തെ ദിവസം തരും. 3-ാമത്തെ ദിവസം ഞാൻ പറയും 100 ഉണ്ടാവില്ല, ഒരു 50 തരാം. 4-ാമത്തെ ദിവസം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ പറയും, ഇതെന്താ ഇയാൾക്ക് തന്നെ പരിപാടി, എപ്പോഴും പൈസ വയ്ക്കണത്. 5-ാമത്തെ ദിവസം ചിലപ്പോൾ നമ്മളെ ഫോൺ തന്നെ അറ്റൻഡ് ചെയ്യൂല, അല്ലെ? അങ്ങനെയാണല്ലോ ഉണ്ടാവുക. കാരണം മനുഷ്യൻ അങ്ങനെയാണ്, ചോദിക്കുമ്പോൾ അവർക്ക് അകൽച്ചയാ വരിക. എന്നാൽ ആ മനുഷ്യന്റെ റബ്ബ്, നമ്മുടെ റബ്ബ് ചോദിക്കുന്നവരെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. ചോദിക്കാത്തവരുടെ കാര്യത്തിൽ അള്ളാഹ്ക്ക് വെറുപ്പാ. അള്ളാഹിനോട് ചോദിക്കാത്തവരെ കുറിച്ച് അഹങ്കാരികൾ എന്നാ പറഞ്ഞേ. നമ്മൾ സ്വയം പരിശോധിക്കുക, നമ്മൾ അഹങ്കാരിയാണോ? അതല്ല അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്നവനാണെങ്കിൽ നമ്മൾ ചോദിക്കുന്നവനാവണം. നമ്മളവിടെ ഞാൻ ളുഹുറിന് ചോദിച്ചല്ലോ, പിന്നെ ഇനിയിപ്പോൾ എന്തിനാ അസറിന് ചോദിക്കണേ? അല്ലെങ്കിൽ ളുഹുറിനും അസറിനും ചോദിച്ചു, ഇനി മഗ്‌രിബിനൊന്നും ചോദിക്കണ്ട എന്നല്ല. എല്ലാ സമയത്തും റബ്ബിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. ചോദിക്കുന്നവരെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത്. അതിൽ എത്ര തന്നാലും അള്ളാഹ്ക്ക് മതി എന്ന് പറയുന്ന ഒരവസ്ഥയില്ല. അള്ളാഹു മതിയാക്കുന്ന ഒരവസ്ഥ, ആ നിർത്തിക്കള എന്ന് പറയുന്ന ഒരവസ്ഥ അല്ല. പ്രത്യേകിച്ച് പരലോകത്തിന്റെ കാര്യത്തിലാണ് ഈ പറയുന്നത്. ഏറ്റവും അള്ളാഹുൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ആളെ സംബന്ധിച്ചിടത്തോളം മുറിഞ്ഞു പോകാത്ത പ്രതിഫലം അവർക്കുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ, എന്നിരിക്കെ ഇതിനു ശേഷം പരലോകത്തെ അഥവാ പ്രതിഫല നടപടിയുടെ കാര്യത്തിൽ നബിയെ നിന്നെ നിഷേധിച്ചു തള്ളാൻ എന്ത് ന്യായമാണുള്ളത്? ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ അവിടെ ഉണ്ടായിരുന്ന മുശ്രിക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയണം, ഈ അത്തിമരത്തെക്കുറിച്ചും അല്ലെങ്കിൽ അത്തിപ്പഴത്തിനെക്കുറിച്ചും സൈത്തൂനിനെ കുറിച്ചും മക്കാ രാജ്യത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞതിന് ശേഷം അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ചില കാര്യങ്ങളും വിശദീകരിച്ചതിന് ശേഷം അള്ളാഹു ചോദിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തേ അവര് ഇതിനൊക്കെ എതിർക്കണത് എന്താ? ഈ പരലോകത്തിന്റെ കാര്യത്തിൽ അവർ എതിർക്കണത് എന്താ? ഈ മക്കയിൽ മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവര് പരലോകത്തെ കാര്യമായി എതിർക്കുന്നുണ്ടായിരുന്നു. പരലോകം അവർ അംഗീകരിച്ചിട്ടില്ല. അവർക്ക് പരലോകം എന്നുള്ളത് ഒരു തമാശയായിരുന്നു. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചില എല്ലുകളുമായി വന്നിട്ട് എല്ലുകൾ പൊടിച്ചിട്ട് അത് പൊടിയാക്കി പ്രവാചകന്റെ മുഖത്തേക്ക് ഇങ്ങോട്ട് ഊതി, എന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, ഈ പാറ്റിച്ച് കളഞ്ഞ ഈ പൊടി വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്ന അങ്ങനത്തെ ഒരു പരലോകം ഉണ്ടെന്നാ ഈ പറയണേ? കളിയാക്കണം. ചില ആളുകളൊക്കെ പറഞ്ഞ് പരലോകം ഉണ്ടെങ്കിൽ വേഗം കൊണ്ടുവരാൻ പറയേ, നമ്മൾ റെഡിയായി നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അത് അന്നത്തെ മുശ്രിക്കുകൾ പറഞ്ഞതാണെങ്കിൽ ഇന്നത്തെ ചില ജാഹിലിങ്ങളും ഇങ്ങനെ തന്നെ പറയും, എന്ത് പരലോകം ഉണ്ടെങ്കിൽ അത് വരട്ടെ, അല്ലാതെ ഇപ്പൊ ഇനിയിപ്പോ പരലോകം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ?
നമ്മളെ കാര്യം നോക്കുക, മരിച്ചിട്ടല്ല അത് അപ്പം തീരുമാനിക്കാം. എത്ര നിസ്സാരമായിട്ടാണ് പലരും പറയണേ അറിയും. അത് മുസ്ലിം പേരുള്ള ആളുകൾ, ഒരു പക്ഷേ നമ്മുടെ പരിചയത്തിലും നമ്മുടെ കുടുംബത്തിലും ഒക്കെ ഉണ്ടാകും ഇങ്ങനത്തെ ആളുകൾ. എന്തെങ്കിലുമൊക്കെ പരലോകത്തിന് അതൊക്കെ ഉസ്താദുമാര് പറ്റിച്ചാണ്, വെറുതെ മനുഷ്യന്മാരെ പറ്റിക്കാൻ ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറയണമെന്ന് അറിയാം. സത്യത്തിൽ ആർക്ക് വേണ്ടിയിട്ട് അത് പറയണത്? ഇനി അള്ള പറഞ്ഞ ഒരു കാര്യം നമ്മൾ അനുസരിച്ചത് കൊണ്ട് എന്ത് നഷ്ടമാണ് പ്രിയപ്പെട്ട സഹോദര നമുക്ക് വരാനുള്ളത്? അള്ള ഒരു കാര്യം പറഞ്ഞിട്ട് അത് സ്വീകരിച്ചാൽ ഈ ദുനിയാവിൽ വല്ല നഷ്ടം നമുക്ക് വരാനുണ്ടോ? ഇനി വല്ല നഷ്ടം ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും ഉത്തമമായ ഹൈറ് പടച്ചോൻ തരൂലേ നമുക്ക്? എന്നിട്ട് നമ്മൾ പറയാണ് അതൊക്കെ വെറുതെ പറയാണ്, അങ്ങനൊന്നും ഖുർആനിലൊന്നുമില്ല, അങ്ങനൊന്നും ഹദീസില്ല, അതൊക്കെ ആരോ പറഞ്ഞുണ്ടാക്കിയതാണ്, ഇത് പരലോകമൊന്നുമില്ല. എത്രങ്ങാനും ആളുകൾ ഇങ്ങനത്തെ വാദവുമായിട്ട് കടന്നു വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ദേഹേച്ഛ കൊണ്ട് ജീവിക്കുന്നവരായിരിക്കും അവർ. ദേഹേച്ഛ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, തോന്നിയ പോലെ അവർക്ക് ജീവിക്കണം. അവർക്ക് തോന്നിയത് എന്താണോ അത് പ്രവർത്തിക്കണം. അവർക്ക് തടസ്സമാണ് പരലോകം, അതിന് തടസ്സമാണ് ദീന്. അതുകൊണ്ട് തന്നെ ദീനും വേണ്ട, പരലോകമല്ല, ഒന്നുമില്ല, തോന്നിയ പോലെ ജീവിക്കാം. ആകെ മരിച്ചുമ്പോഴല്ല അത് അപ്പ നോക്കാൻ പറ്റൂലല്ലോ. അപ്പൊ കഴിഞ്ഞില്ലേ, നോക്കണ്ട കണ്ണൊക്കെ അടയും, മൂക്കിൽ പഞ്ഞിയും വെക്കും. പിന്നെന്താ ചെയ്യാ? എന്തൊരു തമാശയാക്കി പറഞ്ഞതല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പറയുന്ന ആളുകൾക്ക് നല്ല നിലക്ക് ദീനിയായ കാര്യം പറഞ്ഞു പിന്നെയും തർക്കിക്കാണോ, ഓരും പടച്ചോനായിക്കോട്ടെ എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ഈ ഹിദായത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയിട്ടുണ്ട്, വ്യതിചലിച്ചു പോകാൻ ആഗ്രഹിച്ചു നിൽക്കുന്നവരുണ്ട്. അള്ളാഹു അവരെ ഹിദായത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഇനി അതിന്റെ ബാക്കി ഭാഗത്തിലെ അവസാനത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, അലൈസ അല്ലാഹു ബിഅഹ്കമിൽ ഹാക്കിമീൻ, അള്ളാഹു വിധികർത്താക്കളിൽ വെച്ച് ഏറ്റവും വലിയ വിധികർത്താവല്ലയോ? അഥവാ പരലോകത്തിനും കൂടി പറഞ്ഞിട്ടാണ് അള്ളാഹു പറയണത് അള്ളാഹുവാണ് ഏറ്റവും നല്ല ഹാക്കിമൂൻ. ഇവിടുന്ന് എന്തൊക്കെ ഒരാൾ പറഞ്ഞാലും, പരലോകമല്ല എന്ന് പറഞ്ഞാലും, പരലോകം ഉണ്ട് എന്ന് ഓന്റെ മനസ്സിനെ സമ്മതിക്കുന്നുണ്ട്. അവന്റെ മനസ്സ് തന്നെ അംഗീകരിക്കുന്ന കാര്യമാണ്. ഇതിങ്ങനെയല്ല, അതിനെന്തെങ്കിലുമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവന്റെ ജീവിതത്തിൽ ചില കുടുക്കലിൽ അവർ പെട്ടുപോകുമ്പോൾ എന്താണ് ഇപ്പം ചെയ്യുക, ഇതിനെന്തെങ്കിലുമൊക്കെ ഒരു വഴി പരലോകത്ത് കിട്ടും. തന്നെ ഉപദ്രവിക്കുന്ന ആളുടെ വിഷയത്തിൽ ഈ ലോകത്ത് അയാൾക്ക് ശിക്ഷ കിട്ടിയിട്ടില്ലെങ്കിലും അയാളുടെ മനസ്സിലുണ്ടാകത്തൊക്കെ പരലോകത്തൊരു ശിക്ഷ കിട്ടുമല്ലോ എന്നാ. അവിടെയാണ് ഹാക്കിമായിട്ടുള്ള റബ്ബിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നീതിയോടുകൂടിയാണ് അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടാവുക. നീതിയോടുകൂടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്തുണ്ടാകുക. എല്ലാ അർത്ഥത്തിലും അള്ളാഹു ഹാക്കിമായിരിക്കും. ചില ഹദീസുകളിൽ തന്നെ കാണാൻ പറ്റും, കൊമ്പില്ലാത്ത ഒരു ആടിനെ കൊമ്പുള്ള ഒരാട് ഈ ദുനിയാവിൽ കുത്തിയാൽ ഈ കൊമ്പില്ലാത്ത ആടിന് അള്ളാഹു കൊമ്പ് വെച്ചുകൊണ്ട് തിരിച്ചു കുത്താൻ വേണ്ടി പറയും. അതെന്താ? നീതിയുടെ ലോകമായതുകൊണ്ടാ. എല്ലാത്തിന്റെ വിഷയത്തിലും അവിടെയും ചില ആളുകൾ ട്രോളുകളുമായിട്ട് വരാറുണ്ട്. അപ്പൊ അവിടെ അങ്ങനെയാവൂലേ, അവിടെ എങ്ങനെയാവൂലേ? നമുക്ക് അവരോട് പറയാനുള്ളത്, അള്ളാഹു പറഞ്ഞ ദീനിന്റെ വിഷയത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. എന്തുകൊണ്ടെന്നറിയോ? ഈ ദീന് അള്ളാന്റെ മതമായതുകൊണ്ട്. അള്ളാഹുവിനെ കണ്ടിട്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, മലക്കുകളെ കണ്ടിട്ടല്ല വിശ്വസിക്കുന്നത്, മറിച്ച് അത് വിശ്വാസത്തിന്റെ ഭാഗമായി അള്ളാഹു പഠിപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഖുർആനിന്റെ വിഷയത്തിൽ 100% ഞങ്ങൾ വിശ്വസിക്കുന്നു. എങ്കിൽ ആ ഖുർആനിലുള്ള എല്ലാ കാര്യവും ഞങ്ങൾക്ക് അംഗീകരിക്കാം. ആ ഖുർആൻ കൊണ്ടുവന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരു മോശം പോലുമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരലോകത്ത് അങ്ങനുണ്ട്, പരലോകത്ത് ഇങ്ങനുണ്ട് എന്ന് ഖുർആനിലോ ഹദീസിലോ വന്നാൽ സ്വീകരിക്കാൻ ഒരു തടസ്സമില്ല, ഒരു തടസ്സമില്ല. എന്തുകൊണ്ട്? അത് ഖുർആനിലുണ്ട്, അത് ഹദീസിലുണ്ട്, അത് 100% വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഖുർആൻ തെറ്റാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? ഖുർആൻ ഒരിക്കലും മാനവികമല്ല എന്ന് പറയാൻ കഴിയുമോ? വെറുതെ ഏതെങ്കിലും ഒരു ചാനലിൽ പോയി ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് അതിലൂടെ അങ്ങനെ പറയാനോ പലർക്കും കഴിയും. ആധികാരികമായി കൊണ്ട് ഖുർആനിന്റെ ആയത്തുകൾ ഗണ്ണിക്കാൻ ഇന്ന് വരെ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അള്ളാഹുവിന്റെ വാഗ്ദാനമാണത്, അള്ളാഹുവിന്റെ ഉറപ്പാണത്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. നിശ്ചയമായും നാമാണ് ഈ ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്, നാം തന്നെ ഇതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഖുർആനിനെ എതിർക്കാൻ വേണ്ടി ആരൊക്കെ എന്തൊക്കെ പടച്ചു വന്നിട്ടും ഇന്നും ഖുർആൻ അജയ്യതയോടുകൂടി നിൽക്കുന്നുണ്ട്. ഞാൻ സാന്ദർഭികമായി കൊണ്ട് പറയട്ടെ, ഈ ലോകത്തുള്ള എല്ലാ ഭരണാധികാരികളും കൂടി തീരുമാനിക്കാണ്,
ഈ ലോകത്തുള്ള എല്ലാ മതഗ്രന്ഥങ്ങളും കത്തിച്ചു കളയണം. എല്ലാ മതഗ്രന്ഥങ്ങളും കത്തിച്ചു കളഞ്ഞു. അതിൽ ഖുർആനുണ്ട്, മറ്റു പല മതവേദങ്ങളും ഉണ്ട്, എല്ലാം കത്തിച്ചു കളഞ്ഞു. എന്നാൽ ഇന്ന് രാത്രി കഴിഞ്ഞ് നാളെ രാവിലെ ആകുമ്പോഴേക്ക് ഖുർആനിനെ പോലെ 1000 കോപ്പി ഖുർആൻ ഉണ്ടാക്കാൻ പറ്റുന്ന ജീവിച്ചിരിക്കുന്ന ഖുർആനിന്റെ പതിപ്പുകൾ ഈ ലോകത്തുണ്ട്. നമ്മുടെ കുടുംബത്തിലുണ്ട് അങ്ങനെയുള്ള ആളുകൾ, അല്ലെ? നമ്മുടെ പരിചയക്കാരില്ലേ ഖുർആൻ മനഃപ്പാടമാക്കിയിട്ടുള്ള എത്ര എത്ര ആളുകൾ? എന്നാൽ ഒരു പക്ഷേ മറ്റു വേദഗ്രന്ഥങ്ങളിൽ അത് ഉണ്ടാവുമോ? മറ്റു വേദഗ്രന്ഥങ്ങൾ മുഴുവൻ മനഃപ്പാടമാക്കിയിട്ടുള്ള ആരെ കാണാൻ പറ്റും നമുക്ക്? വളരെ ചുരുക്കം. ഉണ്ടോ എന്ന് തന്നെ സംശയിക്കേണ്ടി വരും. ചിലപ്പോൾ 1 2 പദങ്ങളൊക്കെ പഠിച്ചു വെച്ചവർ, അല്ലെങ്കിൽ ഏതെങ്കിലും അധ്യായങ്ങൾ മാത്രം പഠിച്ചു വെച്ചവരുണ്ടാകും. എന്നാൽ ഖുർആനിനെ പോലെ ഏതൊരു നാട് നോക്കിക്കഴിഞ്ഞാലും ഏതൊരു മഹലിന്റെ കീഴിലും 1 അതിലധികമോ ഹാഫിളിങ്ങളെ നമുക്ക് കാണാൻ പറ്റും. ഖുർആൻ മനഃപ്പാടമാക്കിയ ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഖുർആനിന് അത്ര വലിയ ഒരു സംരക്ഷണമാണുള്ളത്. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു തീൻ എന്ന് പറയുന്ന സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ പറയപ്പെട്ട ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഏറെ ശ്രദ്ധയോടുകൂടി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.